ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻട്രോ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് വേറൊന്നുമല്ല, തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ബ്ലൗസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോഴിത് എന്ത് ക്ലോത്തിൽ നിന്നാണെന്നും എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതാണ്ട് നമ്മൾ ആ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്ട് ഇതിൽ നിന്നാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പട്ട് സാരിയാണ്. മുമ്പ് ഇപ്പോഴോ എനിക്ക് ആരോ തന്നതാണ് കേട്ടോ, അത് ഇവിടെ ഇരുന്നതാണ്. അങ്ങനെ എനിക്കിപ്പോൾ ഇന്ന് ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇന്നല്ല, ഓണ സെലിബ്രേഷൻ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടായിരുന്നു. അപ്പോഴതിന് വേണ്ടിയിട്ടുള്ള കളർ കോഡ് ഇതായിരുന്നേ. അങ്ങനെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഇത് വെച്ച് തന്നെ ബ്ലൗസ് അങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം സെയിം കളർ തന്നെയാണ്. ഞാൻ ഇതേ സെയിം കളർ കടയിലൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ആ സാരിയിൽ നിന്ന് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ലൈനിങ് ആണ്. ലൈനിങ് 4 ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിടുക എന്ന് പറയുമ്പോഴത്തേക്ക് അറിയില്ല, നമ്മൾ സാധാ ടോപ്പിനൊക്കെ വെട്ടുമ്പോൾ എങ്ങനെയാണോ മടക്കിയിടുന്നത് അതുപോലെ. ഈ ഒരു സൈഡ് ഫോൾഡഡ് സൈഡാണ്. ആ ഒരു ടേപ്പ് ഇരിക്കുന്ന ഭാഗം, ആ ടേപ്പ് ഇങ്ങനെ കിടക്കുന്നില്ലേ, ആ ഭാഗം ഓപ്പൺ സൈഡാണ്. 4 പീസ് വരുന്നു ഓപ്പൺ സൈഡ്. ഇതിപ്പോൾ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. ലെങ്ത് ഞാൻ എടുത്തേക്കുന്ന ഒരു 15 അതായത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട്. എനിക്ക് ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തീരെ ലെങ്ത് കുറഞ്ഞതല്ല. ഞാൻ എനിക്കിടുമ്പോൾ ഒരു ക്രോപ്പ് ടോപ്പ് കൈൻഡ് അങ്ങനത്തെ ഒരു ബ്ലൗസാണ് കേട്ടോ തയ്ക്കുന്നത്. ഓക്കെ, അപ്പോഴാദ്യം തന്നെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുത്തകല മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എനിക്ക് വേണ്ടിയിട്ടൊരു 2.5, 2.25, നമുക്കൊരു 3.5 എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡായി പോകും. എനിക്ക് അത്രയും വൈഡായിട്ട് വേണ്ട, കാരണം ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കഴുത്ത് ഒരുപാട് വൈഡായി പോയിട്ട് പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊരു 2.25, 3 അടുപ്പിച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3.5. അത് രണ്ടും മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ സാധാ ടോപ്പിനൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഷോൾഡറും കഴുത്തകളും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് കൈക്കുഴി ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഇവിടെ എനിക്ക് കൈക്കുഴി ലെങ്ത് 6.5. അപ്പോൾ ഈ 6.5 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈക്കുഴി ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഞാൻ എൻ്റെ ഓൾഡ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ആ മെഷർമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ഇതുപോലെ കൈക്കുഴി കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും വേണമെങ്കിൽ പെട്ടെന്നൊന്ന് പറയാം, വേറെ ഒന്നുമല്ല, നമ്മുടെ നെഞ്ച് വണ്ണം എത്രയാണോ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്കുഴി ലെങ്ത് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 6.5 കിട്ടിയിരിക്കുന്നത്. അത് അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ടല്ലേ വരുന്നത്. പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതുപോലൊരു കട്ടിങ് നമ്മുടെ ബെസ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് എത്രയാണോ നമുക്ക് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ബെസ്റ്റ് പോയിന്റ് ആ സെൻറ്റർ ഭാഗത്ത് അളവ് ഷോൾഡർ ടു അവിടെ വരെ നോക്കുക. എനിക്കിവിടെ 10.5 കിട്ടിയിരിക്കുന്നത്. ആ 10.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 10.5 നിന്നിട്ട് ആ ഒരു മടക്ക് ഭാഗത്തേക്ക് ഞാനൊരു 4.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത്രയും നമുക്ക് വീതി വേണം. ഈ ഒരു 4.5 ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ നെഞ്ച് വണ്ണത്തെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബസ്റ്റ് പോയിന്റ് ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് 10.5 വന്നേക്കുന്നത്. അവിടെ നിന്ന് മടക്ക് ഭാഗത്തേക്ക് ഒരു 4 അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.5 അല്ലെങ്കിൽ 4 കേട്ടോ, ഓരോരുത്തരുടെയും നെഞ്ചുവണ്ണം അനുസരിച്ചിട്ടിരിക്കും. ഞാനിവിടെ 4.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ ലെങ്ത്, അതായത് നമ്മുടെ ആ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. പക്ഷെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വിചാരം അതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് താഴോട്ടായപ്പോഴത്തേക്ക് ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കാണിച്ചാലും ഞാൻ പറഞ്ഞു പോയാലും ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ താഴെ ഇപ്പോൾ എന്താണോ ചെയ്തത് അത് ഞാനിപ്പോൾ ഒരു പേപ്പറിൽ വരച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ എന്തൊക്കെ മാർക്ക് ചെയ്തു. കഴുത്തകലം, ഷോൾഡർ, അതുപോലെ തന്നെ ബെസ്റ്റ് പോയിന്റിലേക്ക് നമ്മുടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ബെസ്റ്റ് പോയിന്റിലേക്ക് ഒരു 10.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 4.5 ഇതുപോലെ നമുക്ക് ആ മടക്ക് ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ താഴെ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. ഈ ബോക്സ് പോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൈക്കുഴി ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കും. നമ്മൾ സാധാരണ ഞാനിപ്പോൾ പ്രത്യേകിച്ച് അളന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ച് കൊടുത്തതാണ്. കൈക്കുഴി ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈക്കുഴി റൗണ്ടിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ആ ഒരു മിഡ് പോയിന്റ് എടുത്തതിന് ശേഷം നമ്മുടെ ബെസ്റ്റ് പോയിന്റും നമ്മൾ ആ ഒരു 4.5 മാർക്ക് ചെയ്തില്ല, ആ ഒരു പോയിന്റിലേക്ക്, ആ ഒരു കോർണറിലേക്ക് ഇത് വളച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ചരിച്ച് നല്ല കേവായിട്ട് വരച്ചു കൊടുക്കുക. അത്രയും ചെയ്യുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ താഴെ എന്തൊക്കെയോ മാർക്കിങ് ചെയ്തില്ല, നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു പോർഷൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം.
അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ബ്ലൗസിൻ്റെ പാറ്റേൺ പോലെ വരച്ചിട്ടുണ്ട്. നമ്മൾ ബസ്റ്റ് പോയിന്റ് 10.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മടക്ക് ഭാഗത്തേക്ക് ഒരു 4.5 മാർക്ക് ചെയ്തിട്ട് താഴെയിട്ടൊരു ബോക്സ് നമുക്ക് വരച്ചിട്ടുണ്ട്. അത്രയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച്, ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് മുകളിലേക്കും വീണ്ടും ഒരു 2 ഇഞ്ച്. ഓക്കെ, അത് ഈ കൈ വെച്ചിരിക്കുന്നതും 2 ഇഞ്ചാണ്. അതിൻ്റെ തൊട്ട് താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൈക്കുഴി റൗണ്ടിൻ്റെ പകുതി ഭാഗത്തുനിന്ന് ഈ ഒരു ബസ്റ്റ് പോയിന്റിലേക്ക് ഇങ്ങനെ വളച്ച് കേവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അത്രയാണ് നമ്മൾ നേരത്തെ തുണിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് ചരിച്ച് ആ ഒരു 2 ഇഞ്ചിലേക്ക് കൂട്ടിമുട്ടിക്കുക. അത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ റെഡ് ഇങ്ക് കൊണ്ട് ഈ അകത്ത് മൊത്തം കുഞ്ഞ് ഈ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ താഴോട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് 2 ഇഞ്ച്, മുകളിലേക്ക് 2 ഇഞ്ച്, പിന്നെ കൈക്കുഴി റൗണ്ടിൻ്റെ പകുതിയിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് വരെ വളച്ച് വരച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഞാൻ വരച്ചെടുക്കുന്ന കേവ് അങ്ങോട്ട് ശരിയായിട്ട് നല്ല ഷേപ്പിന് വരച്ചെടുക്കണം. നല്ലൊരു കേവായിട്ട് വരച്ചെടുക്കണം, എന്നാലേ ഷേപ്പിന് ഇരിക്കത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തുണിയിൽ കാണാം. തുണിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം ഇവിടെ ചെയ്ത് വെച്ചേക്കാണ്. എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ ലെങ്തിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ കൈക്കുഴി റൗണ്ടിൻ്റെ അങ്ങോട്ട് നിന്ന് മുകളിലേക്ക് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം നേരത്തെ പറഞ്ഞ ഒരു ഡോട്ടഡ് ലൈൻസ് ഇല്ലേ, അതാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം എന്താ, ആ ഡോട്ടഡ് ലൈൻ നിന്ന ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് നെക്കൊന്നും മാർക്ക് ചെയ്യുന്നില്ല, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു തുണിയിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറയാൻ. പിന്നെ വേറൊരു കാര്യം, തുണി 4ആയിട്ട് മടക്കി ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്തത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ നമ്മൾ ഒറ്റ സൈഡിൽ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രിൻസസ് കട്ട് ചെയ്തത്. ബാക്ക് പോർഷനിലേക്ക് വേറെ തുണിയെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു തുണി എടുത്തിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത ലൈനിങ് പീസ് എടുത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ എത്ര പീസ് കിട്ടും, മൊത്തത്തിൽ 3 പീസാണ് കിട്ടുന്നത്. ഒരു സെൻറ്റർ ഭാഗമാണ് ആദ്യം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം നമ്മുടെ ആ ഒരു ബെസ്റ്റ് സൈഡിൽ വരുന്ന 2 പോർഷൻ അത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് തുണിയിൽ സാധാ തുണിയാണ്, ഇത് മടക്കിയ തുണിയൊന്നുമല്ല. ഇതിപ്പം ഒറ്റ പ്ലെയിൻ തുണിയുടെ മുകളിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ തുണി ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് എക്സ്ട്രാ മെയിൻ പീസിൽ കുറച്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്, കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം. അതുപോലെ 2ഉം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് നമ്മൾ പ്രത്യേകിച്ച് കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് നമ്മൾ ഇങ്ങനെയാണ് കൈക്കുഴിയും കഴുത്തകലവും ഷോൾഡറും മാത്രമേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കാണ്ട് ഈ 2 സൈഡ് ഇങ്ങനെ വരും. അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. അതിൻ്റെ ലൈനിങ് ആണ് ഈ 2 സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചോദിക്കുക എന്തിനാണ് ലൈനിങ് ഉള്ളത്? അപ്പോൾ ഈ ക്രോസ് പീസ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്ലീവ്ലെസ് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സ്ലീവ്ലെസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോസ് പീസ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതെന്തുകൊണ്ട് ഞാൻ അത് കാണിച്ചില്ലെന്ന് വെച്ചാൽ അന്നേരം ഞാൻ പിന്നെ ബാക്കി കട്ട് ചെയ്തില്ല, പിന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്ക് പോർഷനാണ് എടുക്കുന്നത്. ബാക്ക് പോർഷൻ്റെ ലൈനിങ് എടുത്തിട്ട് ഞാനൊരു കഴുത്തിറക്കം ഒരു 7.5 കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്തകലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒരു 3, 2.25 3 ഒക്കെ എടുക്കാം. ഞാനിവിടെ ഒരു 3 എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ നേരെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ മോഡലോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, സാധാ ഒരു റൗണ്ട് നെക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നെക്ക് വരച്ചു. നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. തന്നെ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരത്തെ പ്രിൻസസ് കട്ട് വെട്ടിയ ആ ഒരു ഫ്രണ്ട് പോർഷൻ അതിൻ്റെ ലൈനിങ് എടുത്ത് വെച്ചിട്ട് ഞാനിവിടെ ഒരു കഴുത്തിറക്കം ഞാനൊരു 6.5 ആയിട്ട് എനിക്ക് കൊടുക്കുന്നു. 6.5 കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഷേപ്പ്, ഒരു ആലിലയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു താമരേൻ്റെ ഇതള് പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്യുന്നത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ക് വെട്ടിയെടുക്കാം. അത്രയേ ഉള്ളൂ. കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷനാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ മെയിൻ തുണിയുടെ നല്ല ഭാഗത്ത് നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ച് കുറച്ച് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഫുൾ ഇതുപോലെ അടിച്ച് റൗണ്ട് ചെയ്തെടുക്കുക. അത്രയും സ്റ്റിച്ച് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി കട്ട് ചെയ്ത് കളയാണ്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കട്ടിംഗ് ഒന്നും വീഴാത്ത രീതിയിൽ ഇതുപോലെ എക്സ്ട്രാ കിടക്കുന്ന ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ മടങ്ങി വരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരെ ക്ലോത്ത് തിരിച്ചിടുക. അതിനുശേഷം ഒരു തുണി തിരിച്ചിട്ടിട്ടുണ്ട്. പതിച്ചെടുക്കുന്നതൊക്കെ ഇനിയാണ്.
അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു മെയിൻ പീസിൻ്റെ അകത്ത്, അതായത് ഫ്രണ്ട് പീസിൻ്റെ അകത്ത് 3 പീസ് വരുന്നത്, 3 സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം പിന്നൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എക്സ്ട്രാ കിടക്കുന്ന തുണിയില്ലാകത്ത് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഇടയ്ക്ക് ഇങ്ങനെ നൂല് വലിഞ്ഞിട്ടാണ് ഇങ്ങനെ വലിച്ചു പിടിച്ചത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. പിന്നെ അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പതിച്ചടിക്കാനായിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ചിട്ടില്ലേ, ആ തിരിച്ചിട്ട ഭാഗത്തിന് മുകളിൽ കൂടെ ഇതുപോലെ പതിച്ചടിച്ചിറക്കുക. നല്ല കറക്റ്റായിട്ട് പതിച്ചടിക്കണേ. തുണി നല്ല രീതിയിൽ അകത്തോട്ട് വലിച്ചു പിടിക്കണം. ലൈനിങ് പൊങ്ങി വരാത്ത രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ പതിച്ചടിച്ചിറക്കുക. ബാക്ക് ആൻഡ് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ പതിച്ചടിച്ചിറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെത്തേഡ് എൻ്റെ ലൈനിങ് വരുന്ന ഡ്രസ്സിലൊക്കെ ഇതാട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോഴിതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 2 ഷോൾഡറും കൂടി ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ലൈനിങ് സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ പതിച്ചടിച്ചിറക്കാം. എനിക്കിതാട്ടോ കുറച്ചുകൂടി ഇഷ്ടം. അതാകുമ്പോഴത്തേക്ക് ആ തയ്യലൊന്നും പുറത്ത് കാണത്തില്ല. അതിനുശേഷം ഞാൻ ഇതുപോലെ തുണിയുടെ മുകളിൽ കൂടെ ഒന്ന് അടിക്കുവാണ് കേട്ടോ. അതായത് ലൈനിങ്ങിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ അടിക്കുവാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു ലൈനിങ്ങും തുണിയും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരടി കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്ന ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ. ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ലൈനിങ്ങും മെയിൻ പോർഷനും കൂടി സെപ്പറേറ്റ് ആയി പോകാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാ തുണി ഇട്ടല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഇട്ടത്. അപ്പം വേരിയേഷൻസ് വന്നാലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാമല്ലോ. അങ്ങനെ എക്സ്ട്രാ തുണിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രണ്ട് പോർഷനിലെ 2 സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റില്ല, പ്രിൻസസ് കട്ടിങ് വരുന്ന ഒരു ഭാഗം അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വശത്തിട്ടിട്ട് തിരിച്ചടിക്കുകയല്ല ചെയ്യുന്നത്. അതായത് ആ ഒരു തുണിയുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്, നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് പിന്നെ തിരിച്ചിടുകയല്ലേ ചെയ്യുന്നത്. ഇതിനകത്ത് തിരിച്ചിടലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തുണിയുടെ മെയിൻ ഭാഗത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ എക്സ്ട്രാ കിടക്കുന്ന ആ ഒരു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ നാട്ടെ ഇവിടെ എക്സ്ട്രാ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലത്തെ 2 പീസ് കിട്ടും. ഞാൻ നാട്ടെ ഈ ഒരു സൈഡ് അടിച്ചിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്ത ഭാഗം അടിച്ചിട്ടില്ല. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ. മെയിൻ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു കൈക്കുഴി കർവിൻ്റെ ആ ഒരു മിഡ് പോയിന്റ് ഇല്ലേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റാം, ആ ഭാഗത്ത് ഇതിൻ്റെ ആ ഒരു കോർണർ കൂടി വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് എങ്ങനെയാണോ ആ കട്ട് ചെയ്തത് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ മതി. അത് ഇതുപോലെ നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് താഴോട്ട് അടിച്ചിറക്കുക കേട്ടോ. അടിച്ചിറക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഞാനൊരു സൈഡ് ഓൾറെഡി ചെയ്തു, ഈ ഒരു സൈഡ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. അത് കറക്റ്റിന് എങ്ങനെയാണ് കട്ട് ചെയ്തത് ആ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കുക. അങ്ങനെ 2 സൈഡിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കഴിയുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനിലാണ്. ഫ്രണ്ട് പോർഷനിലെ പണിയൊന്നും തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ബാക്ക് പോർഷനിലെ തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയിട്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. 2ആയിട്ട് മടക്കിയിടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് കൊളുത്ത് വെക്കേണ്ട, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്ന് സെൻറ്റർ മടക്കിയിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം നമുക്കിനി ഹൂക്കും അതുപോലെ തന്നെ ഐവറി പട്ടയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് 2 ക്ലോത്ത് ആവശ്യമാണ്. അപ്പോഴും 3-3.5 എന്ന അളവിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഞാനിവിടെ ഹൂക്ക് പട്ട എടുത്തേക്കുന്നത്. ഹൂക്ക് പട്ട മീൻസ് നമ്മൾ ഹൂക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പട്ടയില്ലേ, അതൊരു 3 ഇഞ്ചും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ഞാനൊരു 1 ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ വിടുന്നത്. ബ്ലൗസിൻ്റെ ലെങ്ത് ഇപ്പോൾ 15 ആണെങ്കിൽ ഒരു 16 ഇടും ഞാനൊരു എക്സ്ട്രാ നീളം. അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത്, അതായത് ഹൂക്ക് വെക്കുന്നതിൻ്റെ വീതി ഞാൻ 3 കൊടുക്കുന്നുണ്ട്. ഐവറി പട്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഹൂക്ക് ഇടത്തില്ലേ, ഹൂക്ക് ഇടുന്ന ആ ഒരു എന്താ പറയണ്ടേ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ വരയ്ക്കല്ലോ ഹൂക്ക് ഇടുന്ന ഭാഗം, അതൊരു 3.5 അതിൻ്റെ വീതി എടുക്കുന്നത്. നീളം എന്ന് പറയുന്നത് സെയിം നമ്മളുടെ ബ്ലൗസിൻ്റെ ലെങ്തിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതാണ്ട് നമ്മളിവിടെ ഹൂക്ക് പട്ടയാണ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ അളവിൽ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്ലൗസ് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇത് ഏത് ഭാഗത്താണ് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്ന ഭാഗത്താണ് ഞാൻ ഹൂക്ക് പട്ട വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ ഇട്ടതിന് ശേഷം മുകളിലൊരു 1/2 ഇഞ്ച് നമ്മൾ മടക്കി അകത്തേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തുണി ഒന്ന് 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കിയിട്ട് താഴെ വരെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയിട്ട് നമ്മൾ അത് മടക്കി അകത്തോട്ടാക്കാതെ എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എങ്ങനെയാണ് ഈ ഒരു ഹൂക്ക് പട്ട ഇടയ്ക്ക് നൂലൊക്കെ ഇങ്ങനെ കുരുങ്ങുന്നുണ്ട്, അതാണ് ചെറിയൊരു പ്രശ്നം പറ്റുന്നത്.
എങ്ങനെയാണ് ഈ ഹുക്ക് ആൻഡ് ഐവറി പട്ട വെക്കുന്നതെന്ന് വേറൊരു വീഡിയോ നോർമൽ ബ്ലൗസിനൊക്കെ എങ്ങനെ ചെയ്തതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഹുക്ക് പട്ടയും ഐവറി പട്ടയും അടിച്ചതുപോലെ മാറ്റുക. അപ്പോഴത് ഞാൻ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അതൊന്ന് ഞാൻ ആഡ് ചെയ്യുന്നത്. കാരണം ഇത്രയും തന്നെ ഇപ്പോഴത്തേക്ക് വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. വേറെയുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത്. അതിനുശേഷം താഴെ പട്ട വെച്ച് മടക്കി എടുക്കുക. ഞാനൊരു 2.5 ഇഞ്ച് വീതിയിൽ പട്ട കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ താഴെ നല്ല ഭാഗത്ത് വെച്ച് ചീത്ത ഭാഗത്തേക്ക് മടക്കി അടിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷനും ഞാൻ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവന് ടൈം ലാപ്സ് ഇട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ അതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ സ്ലീവ്ലെസ് അല്ലേ, അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ സ്ലീവ്ലെസ് ഡ്രസ്സിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ അതിനുശേഷം നമ്മുടെ ഷേപ്പ് എത്രയാണോ കറക്റ്റ് ഷേപ്പിന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷേപ്പ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഹൂക്ക് ആൻഡ് ഐവറി പട്ട എങ്ങനെയാണ് വെക്കുന്നതെന്നും അതുപോലെ തന്നെ താഴത്തെ പട്ട മടക്കി അടിക്കുന്നത് എങ്ങനെയാണെന്നുമാണ് കാണിച്ചിട്ടില്ലാത്തത്. അപ്പോഴത് നിങ്ങൾ വേറൊരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അതിനിടയ്ക്കിട്ട് ഞാൻ ഹൂക്ക് വെച്ചു. പിന്നെ ചെറുതായിട്ടൊരു സിമ്പിൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒട്ടും സമയമില്ലായിരുന്നു ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ കൂടി എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോണൊക്കെ തീർന്നു പോയി. അപ്പോഴുള്ള സ്റ്റോണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേതാണ്ട് ഇതുപോലാണ് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് വരുന്നത്. അത്രയ്ക്ക് വലിയ പെർഫെക്ഷനൊന്നുമില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം ജസ്റ്റ് സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തേക്കുവാണ്. അതിനിടയ്ക്കിട്ട് എനിക്ക് രാവിലെ വേറൊരു പണിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരു ബ്ലൗസ് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതൊരു 1.5 പണിയായിപ്പോയി. അതെല്ലാം ആ ഒരു ദിവസം രാവിലെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലാവാത്ത പോർഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ.